ഇന്ന് കരിയർ ഗ്രോത്ത് നേടണം എന്നുണ്ടെങ്കിൽ കാലത്തിനൊത്ത മാറ്റം ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ഇൻഡസ്ട്രീസിലും മാറ്റം കൊണ്ടുവരുന്ന ഒരു ഘടകമാണ് AI എന്ന് പറയുന്നത്. AI ഇന്ന് നമ്മൾ അറിയാത്ത രീതിയിൽ ഓരോ ബിസിനസ്സിനെയും ഇൻഡസ്ട്രിയും ഒക്കെ മാറ്റുന്നുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഡിജിറ്റൽ വേൾഡിൽ AI ചാറ്റ് ബോട്ട്സ് കസ്റ്റമേഴ്സിന്റെ ക്വറീസിന് ഇൻസ്റ്റന്റ്ലി ഫീഡ്ബാക്ക് കൊടുത്ത് റിസോൾവ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറിങ് ലൈനിൽ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് കണ്ടെത്താനും അത് സോൾവ് ചെയ്യാനും ഉള്ള പ്രിക്യൂഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ലക്ഷക്കണക്കിന് ബിസിനസ്സുകളെ ദിനം പ്രതി AI മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് AI ഒരു ട്രെൻഡിനപ്പുറം ബിസിനസ്സുകൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ബേസിക് നെസസിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഏത് മേഖലയിൽ ജോലി നോക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള AI ടൂൾസുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള AI ടൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾസുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിബ്. എഡ്യൂർ ലേണിംഗ് എന്ന ചാനലിൽ നമ്മൾ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മോൺ സ്റ്റാക്ക് അക്കൗണ്ടിംഗ്, കരിയർ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂർ ലേണിംഗിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നുള്ള ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിബ്. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും AI എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനുമുള്ള പല വീഡിയോസിലും AI എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. AI എന്ന് പറയുന്നത് മെഷീൻസിനും സോഫ്റ്റ്വെയർസിനും ഒക്കെ ഹ്യൂമൻ ലൈക്ക് ഇന്റലിജൻസ് എങ്ങനെ കൊണ്ടുവരാമെന്ന് പഠിപ്പിക്കുന്ന ഒരു സയൻസിന്റെ ബ്രാഞ്ചാണ്. ഇന്ന് നമ്മൾ കാണപ്പെടുന്ന AI ടൂൾസ് നമുക്ക് വ്യത്യസ്ത രീതികളിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ പറഞ്ഞാൽ ജനറേറ്റീവ് AI. ജനറേറ്റീവ് AI എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും സ്പീഡ് ആൻഡ് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ടൂൾസ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മാർക്കറ്റേഴ്സിന് ആണ്. മാർക്കറ്റേഴ്സിന് ഹൈ ക്വാളിറ്റി വിഷ്വൽ കോണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യാനും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. രണ്ടാമത്താണ് കോൺവെർസേഷണൽ AI എന്ന് പറയുന്നത്. കോൺവെർസേഷണൽ AI ടൂൾസ് ഹ്യൂമൻ ലൈക്ക് ഇന്ററാക്ഷൻസിലൂടെ കസ്റ്റമർ സർവീസ് മികവുറ്റതാക്കാൻ സഹായിക്കും. ഇത്തരത്തിൽ കോൺവെർസേഷണൽ AI എനേബിൾഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട്സ് ഉപയോഗിക്കുന്നതിൽ 24/7 ആയിട്ട് ഒരു ബിസിനസ്സിന് കസ്റ്റമേഴ്സിന് സപ്പോർട്ട് എടുക്കാൻ പറ്റും, അവരുടെ ക്വറീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത് റിസോൾവ് ചെയ്യാനും സഹായിക്കും. ഇങ്ങനെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ സഹായിക്കും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ ടൂൾസ് എന്ന് നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള ടൂൾസ് ഡേറ്റ അനലൈസ് ചെയ്യാനും ട്രെൻഡ്സ് ഫോർകാസ്റ്റ് ചെയ്യാനും ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാനും ഒക്കെ സഹായിക്കും. നാലാമത്തെ ടൈപ്പ് ഓഫ് ടൂളാണ് AI അസിസ്റ്റന്റ് ടൂൾസ്. ഇത്തരത്തിലുള്ള ടൂൾസ് വർക്ക് ഫ്ലോ ഓട്ടോമേറ്റ് ചെയ്യാനും ടാസ്ക് ഷെഡ്യൂൾ ചെയ്യാനും റിമൈൻഡേഴ്സ് അയക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ടൂൾസ് ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് AI ടൂൾസ് ആണ് AI വെബ്സൈറ്റ്സ്. ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വെബ്സൈറ്റ് യൂസർ ബിഹേവിയറിനനുസരിച്ച് അഡാപ്റ്റ് ആവുകയും ഓരോ യൂസറിനും പേഴ്സണലൈസ്ഡ് ആൻഡ് എൻഗേജിങ് എക്സ്പീരിയൻസ് നൽകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നതിലൂടെ കസ്റ്റമറിന്റെ കൺവേർഷൻ റേറ്റ് കൂടുകയും യൂസർ സാറ്റിസ്ഫാക്ഷൻ കൂടുകയും ചെയ്യും. ഇനി നിങ്ങൾ കാത്തിരുന്ന സെഗ്മെന്റിലേക്ക് വരാം. ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കമ്പനിയുടെ പ്രശംസ വാങ്ങിച്ചു കയറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ടൂൾസാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് ഏതൊരു കമ്പനിയിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ടീമിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസിനെ കുറിച്ച് പറയാം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് ഡാലി ആണ്. ഡാലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവർ തന്നെയാണ് ChatGPT ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ടൂൾസ് ഉപയോഗിച്ച് വിഷ്വലി സ്റ്റണ്ണിങ് ആൻഡ് ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. കസ്റ്റം ഡിസൈൻസ് ലൈക്ക് പോസ്റ്റേഴ്സ്, ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇല്ലസ്ട്രേഷൻ, ഇതൊന്നും സ്റ്റോക്ക് ഇമേജസ് ഇല്ലാതെ ഗ്രാഫിക് ഡിസൈനറിന്റെ സഹായമില്ലാതെ ഡാലി എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ടൂളാണ് ChatGPT എന്ന് പറയുന്നത് ഒരു AI കോൺവെർസേഷണൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇതൊരു വെർസറ്റൈൽ ടെക്സ്റ്റ് ജനറേറ്റർ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ബ്ലോഗ്സ്, ഇമെയിൽസ്, SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള കോണ്ടന്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇവയ്ക്കൊക്കെ വേണ്ടിയുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ബിസിനസ് ഓണേഴ്സിന് സ്ട്രാറ്റജീസ്, ക്രിയേറ്റീവ് ഐഡിയസ് എല്ലാം ബ്രെയിൻ സ്റ്റോം ചെയ്യാനും
കസ്റ്റമേഴ്സിന് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് നൽകാനൊക്കെ സാധിക്കും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് മൂന്നാമതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് സിന്തീഷ്യ. സിന്തീഷ്യ എന്ന് പറയുന്ന ഒരു വീഡിയോ ജനറേറ്റിംഗ് ടൂൾ. ഇന്നത്തെ സാഹചര്യത്തിൽ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ ഘടകമാണ് വീഡിയോസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പ്രോംപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് സിന്തീഷ്യ. മാർക്കറ്റിംഗ്കാർക്ക് നാലാമതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് ട്രിൻഡ് എന്ന് പറയുന്നത്. ട്രിൻഡ് എന്ന് പറയുന്നത് വീഡിയോയിലോ ഓഡിയോയിൽ നിന്നൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് മാർക്കറ്റേഴ്സിൽ വീഡിയോയിൽ നിന്ന് സബ് ടൈറ്റിൽസ് ജനറേറ്റ് ചെയ്യാനും പോഡ്കാസ്റ്റിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. സോ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യാനും ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനും വീഡിയോ ജനറേറ്റ് ചെയ്യാനും അല്ല എന്തെങ്കിലും സബ് ടൈറ്റിൽസ് ഉണ്ടാക്കാനുള്ള ടൂൾസൊക്കെ നോക്കി. പക്ഷെ നമ്മൾ എന്തിനാണ് മാർക്കറ്റ് ചെയ്യുന്നത്? എപ്പോഴും കമ്പനീസ് മാർക്കറ്റ് ചെയ്യുന്നത് സെയിൽസിന് വേണ്ടിയിട്ടാണ് അല്ലേ. അത്തരത്തിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യാനും സെയിൽസ് ഡേറ്റയിൽ നിന്ന് പാറ്റേൺസ് കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി ബേസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ടൂൾസും ഉണ്ട്. അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേതായിട്ട് എനിക്ക് പറയാനുള്ളത് സെയിൽസ് ഫോഴ്സ് ഐൻസ്റ്റീൻ ആണ്. ഇത് സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നതിലൂടെ സെയിൽസ് ഇൻസൈറ്റ്സും ഓട്ടോമേഷനും ഒക്കെ ചെയ്യാൻ കഴിയും. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഹൈ ക്വാളിറ്റി ലീഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ അപ്സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാനും സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാനും വരുന്ന ഓരോ ലീഡ്സിന്റെ സെയിൽസ് സ്കോർ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ടൂളാണ് outreach.io. ഇതൊരു ബേസ്ഡ് സെയിൽസ് എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇമെയിൽ സീക്വൻസസ് ഓട്ടോമേറ്റ് ചെയ്യാനും കോൾസ് ഫോളോ അപ്സ് എന്നിവ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ സാധിക്കും. മൂന്നാമതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് Chorus.ai. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സെയിൽസ് കോൾസ് ആൻഡ് മീറ്റിംഗ്സ് ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് കീ ഇൻസൈറ്റ്സ് ഡെറൈവ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് സക്സസ്ഫുൾ സെയിൽസ് ടെക്നിക്സ് മനസ്സിലാക്കാനും കോമ്പറ്റീറ്റേഴ്സിന്റെ മെൻഷൻസ് ഏതെങ്കിലും കസ്റ്റമർ വിളിക്കുമ്പോൾ മെൻഷൻസ് ട്രാക്ക് ചെയ്യാൻ കസ്റ്റമർ സെയിൽസ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കി സെയിൽസ് പിച്ച് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ ഈ ടൂൾ സഹായത്തോടെ സാധിക്കുന്നതാണ്. സെയിൽസ് പെർഫോമൻസ് നിർണ്ണയിക്കാനുള്ള റവന്യൂ ഇന്റലിജന്റ് പ്ലാറ്റ്ഫോമാണ് Gong.io എന്ന് പറയുന്നത്. ഈ ടൂൾസ് ഡിഫറെന്റ് മീഡിയംസ് ലൈക്ക് ഇമെയിൽ, കോള്, സോഷ്യൽ മീഡിയ, മീറ്റിംഗ് എന്നിവയിലുള്ള കസ്റ്റമർ ഇന്ററാക്ഷൻസ് മനസ്സിലാക്കുകയും ഡീൽ പ്രോസസ്സ് എളുപ്പമാക്കാനും ട്രെൻഡ്സ് അൺകവർ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് സെയിൽസും ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിസോഴ്സസിനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു HR ഡിപ്പാർട്ട്മെന്റ് വേണം അല്ലേ. അപ്പൊ അത്തരത്തിൽ HR ഡിപ്പാർട്ട്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾസിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. പല കമ്പനീസും തുടക്കത്തിൽ വേണ്ടെന്ന് വെക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് HR എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് HR ഡിപ്പാർട്ട്മെന്റ് മാൻഡേറ്ററി ആണ്. ഇനി പറയുന്ന ടൂൾസ് ഉപയോഗിച്ച് എത്ര വലിയ കമ്പനിയുടെ HR റിസോഴ്സസ് ആണെങ്കിലും 3-4 പേരേക്ക് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിൽ ഏറ്റവും ആദ്യത്തെ ടൂളാണ് Workday AI എന്ന് പറയുന്നത്. ഇതൊരു ഡ്രിവൺ HR മാനേജ്മെന്റ് ആൻഡ് അനലിറ്റിക്സ് ടൂളാണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വർക്ക് ഫോഴ്സ് പ്ലാനിങ്, എംപ്ലോയി പെർഫോമൻസ്, പേറോൾ, ടൈം ട്രാക്കിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. FE.ai ഇതൊരു എംപ്ലോയി വെൽബീയിങ് ആൻഡ് എൻഗേജ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സർവേസ്, പെർഫോമൻസ് അനാലിസിസ്, ഫീഡ്ബാക്ക് എന്നിവരുടെ വർക്ക് ഫോഴ്സിന്റെ സെന്റിമെന്റ് മനസ്സിലാക്കാനും കൂടാതെ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യമാണ് എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ എംപ്ലോയി റീറ്റെൻഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. HR-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ ആണ് ടാലന്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ടാലന്റ് അക്വയർ ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് 8fold.ai. കാൻഡിഡേറ്റ്സിന് അവരുടെ റോള്, ട്രജക്ടറി, എക്സ്പീരിയൻസ് ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് കരിയർ ട്രജക്ടറി ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് 8fold.ai എന്ന് പറയുന്നത്. നാലാമത്തെ ടൂളാണ് HireVue.ai. HireVue.ai ഉപയോഗിച്ചിട്ട് ഇന്റർവ്യൂ പ്രോസസ്സിനിടയിലെ കാൻഡിഡേറ്റിന്റെ ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവരുടെ സെന്റിമെന്റിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഒരു എൻറ്റയർ ഇന്റർവ്യൂ പ്രോസസ്സ് ഇതിലൂടെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റിന്റെ ഇനിഷ്യലി ഉള്ള സ്ക്രീനിങ് പ്രോസസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഈ ടൂൾസ് ഉപയോഗിച്ച് സഹായിക്കുന്നതാണ്. പിന്നെ ഒരു കമ്പനി സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായ ഒരു ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് Dockit എന്ന് പറയുന്ന ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനും റെസീപ്റ്റ്സ് ക്യാപ്ചർ ചെയ്യാനും ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതുകൂടാതെ ടാക്സ് ആൻഡ് കംപ്ലയൻസസ് ഒക്കെ ഫിനാൻഷ്യൽ ഡേറ്റ സ്ട്രീംലൈൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻറ്റയർ അക്കൗണ്ടിംഗ് പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടൂളാണ് Wig.ai എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് അക്കൗണ്ട്സ് പേയബിൾ മാനേജ് ചെയ്യാനും ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും വെൻഡർ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിലൂടെ പേയ്മെന്റ് ട്രെൻഡ്സ് മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് പറ്റുന്നതാണ്. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ മാർക്കറ്റിംഗും സെയിൽസും HR-ഉം അക്കൗണ്ടിങ്ങിന്റെ ആവശ്യമുള്ളത്. പക്ഷേ എല്ലാ കസ്റ്റമേഴ്സും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലും 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കാനുള്ള പോസിബിലിറ്റിയും കുറവാണ്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാ കമ്പനിയിലും വേണ്ടതാണ്.
അങ്ങനത്തെ ഒരു സഹായത്തിൽ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന സഹായിക്കുന്ന ടൂളാണ് സെൻഡെസ്ക് എന്ന് പറയുന്നത്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റന്റ് കസ്റ്റമർ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനും അതുവഴി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും ടെക്സ്റ്റിൽ നിന്നോ വീഡിയോയിൽ നിന്നോ കസ്റ്റമറിന്റെ സെന്റിമെന്റ് മനസ്സിലാക്കാൻ അതനുസരിച്ച് ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കലി പ്രയോറിറ്റൈസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ടൂളാണ് Sprinklr.ai. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെയും ടാർഗറ്റ് ഓഡിയൻസിന്റെയും ഫീഡ്ബാക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് എങ്ങനെയാണോ എന്നുള്ള ഡിഫറെന്റ് സോഷ്യൽ മീഡിയ ചാനൽസിലൂടെ മനസ്സിലാക്കി നിങ്ങളുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂട്ടാൻ സഹായിക്കുന്ന ടൂളാണ് Sprinklr.ai. ഈ ടൂളിന് ഓട്ടോമാറ്റിക്കലി പൊട്ടൻഷ്യലി ഇഷ്യൂസ് മനസ്സിലാക്കാനും അതിനുള്ള സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഒരു കമ്പനിയിൽ 5 ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള 20ഓളം AI ടൂൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്തരത്തിൽ AI ടൂൾസ് ഉപയോഗിക്കുന്ന റിപ്പീറ്റഡ് ടാസ്കുകൾ സ്ട്രീംലൈൻ ചെയ്യാനും നിങ്ങളുടെ ഒരുപാട് സമയം ലാഭിക്കാനും സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ടൂൾസ് വേറെ ഇന്നോവേഷൻസ് മാത്രമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളുടെ വർക്ക് ഫോഴ്സിൽ നിന്ന് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാനും സഹായിക്കുന്ന ടൂൾസ് കൂടിയാണ്. എയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓട്ടോമേഷൻ മാത്രമല്ല, മറിച്ച് ഹ്യൂമൻസിനെയും മെഷീനെയും ഒരുപോലെ കൊളാബറേറ്റ് ചെയ്യിപ്പിച്ച് വർക്ക് ചെയ്യേണ്ട റിമാർക്കബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ്. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ടൂൾസ് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൂൾസിനെ കുറിച്ച് പറയാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.